നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അതിവിശേഷപ്പെട്ട ഒരു മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ധനസമൃദ്ധിക്കുള്ള കേശവ മന്ത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ധനമാണ് ജീവിതത്തെ സന്തോഷവും സുഗമവുമാക്കുന്നത്. പണമില്ലാത്തവൻ പിണം എന്നൊരു ചൊല്ലുപോലുമുണ്ട്. എന്നാൽ ധനമുള്ളത് കൊണ്ട് മാത്രം സന്തോഷം ഉണ്ടാകണമെന്നില്ല. എന്നാൽ ധനമുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. ലോകത്തെ ഭൂരിഭാഗം പേരുകളും കുചേലനെ പോലെ ദുഃഖിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരുടെ ഹൃദയം ദ്വാരകാവാസനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ തേടി പോകാറുണ്ട്. എന്നാൽ അതിനൊന്നും പുറകെ പരിശ്രമിക്കാനുള്ള മനസ്സ് ആരും കാട്ടാറില്ല എന്നുള്ളതാണ്. പരിശ്രമത്തോടൊപ്പം ഈശ്വര വിശ്വാസവും ഈശ്വര ഉപാസനയും കൂടി ഉണ്ടാകുമ്പോൾ അത് അനുഗ്രഹമായി മാറുന്നു. എല്ലാം അറിയുന്ന ഭഗവാൻ തന്റെ ദുഃഖം മാത്രം തിരിച്ചറിയുന്നില്ല എന്നാണ് എല്ലാവരുടെയും പരിദേവനം. നിങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങൾ ഭഗവാനെ അറിയിക്കാനുള്ള മാർഗങ്ങൾ ചെയ്തോ, അതിനുള്ള ഉപാസന നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അങ്ങനെയുള്ള പരിദേവനങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ മറന്നുകൊണ്ട് ധനസമൃദ്ധിക്കായി കേശവ മന്ത്രം നിത്യവും ജപിക്കുക. ഈ മന്ത്രം 48 തവണ ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ഉറപ്പായിട്ടും ശ്രീകൃഷ്ണ ഭഗവാൻ കേശവൻ കനിയുന്നതാണ്. ഇനി നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ മാധവ സുകേശായ ശ്രീം ക്ലീം കൃഷ്ണായ ശ്രീം ക്ലീം നന്ദഗോപായ ബാലായ ശ്യാമളായ ക്ലീം ശ്യാമായ സുമോഹിതപദായ കേശവായ ശ്രീം നമോ. ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ മാധവ സുകേശായ ശ്രീം ക്ലീം കൃഷ്ണായ ശ്രീം ക്ലീം നന്ദഗോപായ ബാലായ ശ്യാമളായ ക്ലീം ശ്യാമായ സുമോഹിതപദായ കേശവായ ശ്രീം നമോ. ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം 48 തവണ ജപിക്കുക. ധനധാന്യ സമൃദ്ധി അങ്ങനെ ജപിക്കുന്നവരിൽ ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. അതോടൊപ്പം പരിശ്രമം കൂടി വേണമെന്ന് മാത്രം. വിശ്വാസത്തോടുകൂടി നല്ല പരിശ്രമം ചെയ്തുകൊണ്ട് ഈ മന്ത്രത്തെ ജപിക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഫലസിദ്ധി നൽകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും മന്ത്രങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.